ദൈവത്തിൻ്റെ ശക്തിയാൽ എഴുന്നേൽക്കുക പെന്തിക്കോസ്തി ശുശ്രൂഷയിലെ പ്രധാന പ്രാർത്ഥനകളിലൊന്നാണ്. നിരാശയും ഭയവും പരാജയ ഭീതിയും അതൃപ്തിയും അസ്വസ്ഥതയും രോഗവും വിദ്വേഷവും നിറഞ്ഞ അവസ്ഥയെ കുടഞ്ഞുകളഞ്ഞ് പുതിയ ഒരു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ശബ്ദമാണിത്. ഗുരുവും ശിഷ്യനും വനത്തിൽ കൂടി യാത്രയാവുകയാണ്. ഒരു കൂറ്റൻ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയം ശിഷ്യൻ ഗുരുവിനോട് പറയുന്നു, ഗുരു നോക്കുക, എത്ര വലിയ മരമാണിത്. ഗുരു ശിഷ്യനോട് പറയുന്നു, മകനെ, അതിന്റെ ഒരു ഫലം കൊണ്ടുവരിക. നമ്മുടെ ആഞ്ഞിലി കണക്കെ ഒരു ഫലം കൊണ്ടുവരുന്നു. അത് പിളർന്ന് വിത്തെടുക്കുക. അത് പിളരുന്നു. വീണ്ടും പറയുന്നു, വിത്ത് വീണ്ടും പിളർത്തുക. വീണ്ടും വിത്ത് പിളർത്തുമ്പോൾ അകം ശൂന്യമായ 2 ഭാഗങ്ങളാണ് കാണുന്നത്. മകനെ നോക്കുക, ഈ ചെറിയ വിത്തിന്റെ ഉള്ളിലെ ശൂന്യതയിൽ നിന്ന് ഇത്ര വലിയ മരമുണ്ടാകുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൽ വളരുന്ന മനുഷ്യൻ നന്മയിൽ വളരും. അത് പതിയെ പതിയെ വർദ്ധിച്ചു വരികയും ചെയ്യും. പെന്തിക്കോസ്തി പെരുന്നാളിലെ ആദ്യത്തെ പ്രാർത്ഥന, മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, ആശ്വാസപ്രദനായ റൂഹ എന്ന ആന്തരിക പുതിവീഞ്ഞിന്റെ പാനത്താൽ ഞങ്ങളുടെ ആത്മാക്കൾ തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. പരിശുദ്ധ റൂഹ ആന്തരികമായ സംതൃപ്തിയാണ് നമുക്ക് നൽകുന്നത് എന്നാണ് ഈ പ്രാർത്ഥനയിൽ ഒന്നാമതായിട്ട് പറയുന്നത്. തൃപ്തിയില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സദ്യ കഴിഞ്ഞ് കൈ കഴുകാൻ നേരത്ത് കൂടെ ഇരുന്നവന്റെ മുഖത്ത് വല്ലാത്തൊരു നിരാശയും സങ്കടവും. എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? സദ്യ മോശമായിരുന്നോ? ഉടൻ തന്നെ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, അതല്ല, എന്റെ ഇലയിൽ ഇട്ട ഉപ്പേരിയേക്കാൾ 2 എണ്ണം കൂടുതൽ കൂടെ ഇരുന്നവന് കൊടുത്തു. ഓർക്കുക, മറ്റുള്ളവന്റെ ഇലയിൽ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നോക്കിയിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുകയില്ല. നിർമ്മലമായ സംതൃപ്തമായ ഹൃദയത്തിൽ നിന്ന് നല്ല വാക്ക് പുറപ്പെടൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് പാപത്തെ പറ്റി ബോധ്യം വരുത്തുന്നു എന്നുകൂടിയാണ്. കർത്താവെ, പാപനിദ്രയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തി നിന്റെ വിശുദ്ധ റൂഹായുടെ ആന്തരിക കിരണങ്ങളാൽ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥന. അന്ധനായ ഒരു വ്യക്തി രാത്രിയിൽ തട്ടിത്തടഞ്ഞു പോകുന്നു. കയ്യിലൊരു വിളക്കുമുണ്ട്. കുറെ ദൂരം കഴിഞ്ഞ് ആരോ അദ്ദേഹത്തെ തട്ടിമറിക്കുന്നു. അന്ധൻ ദേഷ്യത്തോടുകൂടെ അദ്ദേഹത്തെ ശകാരിക്കുന്നു, നിങ്ങൾക്കെന്താ കണ്ണ് കാണില്ലേ? എന്റെ റാന്തൽ കത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അദ്ദേഹം ക്ഷമയാചിച്ചിട്ട് അദ്ദേഹത്തോട് പറയുന്നു, റാന്തൽ എടുത്തു കൊടുക്കുന്നു. സുഹൃത്തെ, താങ്കളുടെ റാന്തലിൽ വെളിച്ചം ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ വെളിച്ചമില്ല എങ്കിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ഇരുളിന്റെ നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാകും. പിന്നീട് മോശയുടെ ജീവിതം കാണിച്ചിട്ട് പാട്ട് പാടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മനസ്സിലെ ലൗകികതകളെ ഉപേക്ഷിച്ചപ്പോൾ കായികമായ ശക്തി മലയിലേക്കുള്ള കയറ്റത്താൽ നഷ്ടമാകുമ്പോൾ വിക്കനായ മോശ ഇരുൾ മഞ്ഞിൽ മൂടിക്കിടന്ന ദൈവത്തിന്റെ ന്യായപ്രമാണം വാക്ചാതുര്യത്തോടുകൂടി വായിക്കുന്നു. ഉള്ളിലെ ഇരുൾ മാറിയെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ചില കെട്ടുകൾ മാറുകയുള്ളൂ എന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഇരുൾ മാറിയാൽ മാത്രമേ സാരാംശത്തിലൊന്നായിരിക്കുന്ന 3 ക്നൂമാകളുടെ യഥാർത്ഥവും ശ്രേഷ്ഠവുമായ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം ചലിക്കരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ദൈവം ആശ്വാസദാതാവിനെ തരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പെന്തിക്കോസ്തിയുടെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് പൂർണ്ണമായി വിശ്വസിക്കുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമാകത്തുള്ളൂ. 2ാമത്തെ ക്രമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, പുരാതന മനുഷ്യനെ ഞങ്ങളിൽ മൃതരാക്കി മായ്ച്ച് കളയണമേ. ഞങ്ങളുടെ ദിവസവും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നീ നവീകരിക്കണമേ എന്നാണ് പറയുന്നത്. ആശ്രമത്തിലേക്ക് ഒരു കള്ളൻ കടന്നു വരുന്നുണ്ട്. മോഷണത്തിന് ശേഷം തിരികെ പോകുമ്പോൾ കള്ളനെ ഗുരു തിരിച്ചു വിളിക്കുന്നുണ്ട്. മകനെ, നീ ഇനിയും മോഷ്ടിക്കണമെന്നാണ് കള്ളന് ഉപദേശം നൽകുന്നത്. കള്ളന് വളരെ സന്തോഷമായി, ഇതെത്ര നല്ല ഉപദേശമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ പറയുന്നു, ഇനി മോഷ്ടിക്കുമ്പോൾ ഞാൻ മോഷ്ടിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മോഷ്ടിക്കുക.
കുറെ ദിവസം കഴിഞ്ഞ് ദേഷ്യത്തോടുകൂടി കള്ളൻ തിരികെ വരുന്നുണ്ട്. കള്ളൻ പറയുന്നു, എനിക്ക് മോഷ്ടിക്കുവാൻ കഴിയുന്നില്ല, താങ്കൾ എൻ്റെ ജീവിതം തീർത്തു എന്ന്. ഉടൻ തന്നെ ഗുരു പറയുന്നുണ്ട്, മകനെ, നീ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ ആരംഭിച്ചതെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാവുക. തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ കടന്നു വരുമ്പോൾ അത് പാപമാണെന്ന് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധ റൂഹായാണ്. സദറ പ്രാർത്ഥനയിൽ അജ്ഞാന്ധകാരത്തിൽ കഴിഞ്ഞ ശിഷ്യന്മാരെ ആത്മജ്ഞാനം ഉള്ളവരാക്കിയ റൂഹായെ പറ്റി പഠിപ്പിക്കുന്നു. ഇന്ന് പാറഗലീത്തായുടെ വരവ് മൂലം മാളിക രണ്ടാം ബാബേലായി തീർന്നു. ഇത് ആദിയിലെ പോലെ ഭാഷകൾ ഭിന്നിക്കപ്പെട്ടതിലല്ല, മറിച്ച് സത്യോദ്ഘോഷണാർത്ഥം സ്ലീഹന്മാർ ജ്ഞാനികളായി തീർന്നതിനു വേണ്ടി കൃപാപ്രകാശം മൂലം വിശുദ്ധാത്മശക്തിയാൽ പ്രകാശിക്കപ്പെട്ടതിനാൽ ആകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ മനുഷ്യ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്ന ജീവദായകമായ നിന്റെ റൂഹായുടെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ എന്നുകൂടി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. സകല പാപമുള്ളുകളിൽ നിന്നും വെടിപ്പുള്ളവരായി സുഹൃതം, വിശ്വാസം, പ്രത്യാശ, യഥാർത്ഥമായ സ്നേഹം എന്നീ ആത്മഫലങ്ങൾ നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി ഭവിക്കണമേ എന്നും ഈ പ്രാർത്ഥനയിൽ പറയുന്നു. വീണ്ടും സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ ശമരിയാക്കാരിയുമായുള്ള ക്രിസ്തുവിന്റെ സംഭാഷണം എടുത്തു കാണിക്കുകയാണ്. ജീവജലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തെ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കണം എന്നുള്ള വലിയ പാഠം ശമരിയാക്കാരി സ്ത്രീക്ക് പഠിപ്പിക്കുക വഴി ലോകത്തിന് ക്രിസ്തു നൽകുകയാണ്. മുട്ടുകൊത്തലിലെ രഹസ്യ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: അഹങ്കാരിയായ പിശാചിനെ വിഗ്രഹാരാധനയിൽ കൂടി ആരാധിച്ചിരുന്ന ഞങ്ങളെ നിന്റെ പുനരുത്ഥാനം മൂലം പാപവീഴ്ചയിൽ നിന്ന് ഞങ്ങളെ നീ യഥായോഗ്യം ഉദ്ധരിച്ച് ഞങ്ങളുടെ ആന്തരിക ശത്രുക്കളെ ഞങ്ങളുടെ കാൽ കീഴാക്കി വെച്ചു. സാത്താനെ പരാജയപ്പെടുത്തുവാൻ സഹായിച്ച ദൈവത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്നുകൂടി അവിടെ പറയുന്നു. 3-ാം ക്രമത്തിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ വിശുദ്ധ സ്ലീഹന്മാരിൽ മാളികയിൽ വെച്ച് ഇറങ്ങി വന്ന് ദിവ്യമായ ജ്ഞാനത്താൽ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിച്ച ആശ്വാസദായകനായ റൂഹ, നിന്റെ നൽവരങ്ങളാകുന്ന സൗഭാഗ്യ കിരണങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത പ്രാർത്ഥനയിൽ മറിയാമിന്റെ പ്രാർത്ഥന ചേർത്തിരിക്കുന്നു. പരിശുദ്ധ റൂഹ അവളിൽ ആവസിച്ചപ്പോൾ എന്റെ ശരീരം ആഹ്ലാദിച്ചു, എന്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു എന്ന് പറയുന്നു. അതോടുകൂടി സങ്കീർത്തനത്തിലെ ധ്യാനം ചേർക്കാം. ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകി. അപ്പോൾ പരിശുദ്ധ റൂഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേ നമ്മുടെ ശരീരാത്മ മനസ്സുകളുടെ ഒരു വലിയ ആഹ്ലാദവും ഒരു സന്തോഷവും കണ്ടെത്തുവാൻ സാധിക്കൂ എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. വീണ്ടും സദറ പ്രാർത്ഥനയിൽ പാറഗലീത്തായ ദൈവം പള്ളികളെ ശുദ്ധീകരിക്കുന്നവനും സകല ദൈവിക ശുശ്രൂഷകളും പൂർണ്ണനാക്കുന്നവനുമാകുന്നു. അവൻ ആചാര്യത്വം നൽകുന്നവനും മാമോദീസ പൂർണ്ണമാക്കുന്നവനും കൂദാശകളെ ശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു എന്നാണ് പറയുന്നത്. റൂഹായുടെ ഗുണങ്ങളായ 9 കാര്യങ്ങളും സത്യത്തിന്റെ, ജ്ഞാനത്തിന്റെ, പരിപൂർത്തിയുടെ, ദൈവഭക്തിയുടെ ഉറവിടമാകുന്നു എന്നും പരിശുദ്ധ റൂഹായെ പറ്റി ഈ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും റൂഹ ആഗ്രഹിക്കുന്നത് എല്ലാം പ്രവർത്തിക്കുന്നവനും എന്നാൽ യോഗ്യമായ വിധത്തിൽ മാത്രം ആഗ്രഹിക്കുന്നവനുമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകളെ ഉണർത്തുന്നത് പരിശുദ്ധ റൂഹ ആണ് എന്നുകൂടിയാണ് ഇവിടം വ്യക്തമാക്കുന്നത്. തൃത്വദർശനം വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. റൂഹ പിതാവിനേക്കാൾ കുറവില്ലാത്ത അനാദ്യന്തനാകുന്നു. റൂഹ പുത്രനേക്കാൾ ചെറുപ്പമല്ലാത്ത സ്വയംഭൂവാകുന്നു. റൂഹ പിതാവിനേക്കാൾ പൂർവികനോ പുത്രനേക്കാൾ പ്രായം കൂടിയവനോ അല്ലാത്ത നിത്യനുമാകുന്നു എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിലെ തിരഞ്ഞെടുത്ത വാക്യങ്ങൾ സുവിശേഷ വായനയ്ക്കായിട്ട് 3-ാം ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ പ്രധാനമായിട്ടും ഉത്ബോധിപ്പിക്കുന്നത് ഒന്നാമതായി പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവായ ആശ്വാസദാതാവ് സകലവും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറയുന്ന സകലവും അവൻ ഓർമ്മപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തന്റെ തൃത്വഭാവത്തെ കാണിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം നൽകുന്നത് പോലെ അല്ല എന്നും പഠിപ്പിക്കുന്നു.
മൂന്നാമതായിട്ട് തൃത്വവിശ്വാസികൾക്ക് ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന പീഡനങ്ങളെ പറ്റി പഠിപ്പിക്കുന്നു. നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് ഞാൻ പോയ ശേഷം വരുമെന്നും അവൻ പാപത്തെ പറ്റിയും ധർമ്മത്തെ പറ്റിയും ന്യായവിധിയെ പറ്റിയും ലോകത്തെ പഠിപ്പിക്കുമെന്നും പറയുന്നു. അഞ്ചാമതായിട്ട് എന്റെ പിതാവിനുള്ളത് സകലവും എന്റേതാകുന്നുവെന്നും അതുകൊണ്ടാണ് എന്നിൽ നിന്ന് എടുത്താണ് അവൻ നിങ്ങളെ അറിയിക്കുന്നത് എന്നും ഞാൻ പറഞ്ഞത് എന്ന് തമ്പുരാൻ പറയുന്നു. വീണ്ടും തൃത്വത്തിന്റെ ആ മർമ്മം യേശു തമ്പുരാൻ അവിടെ കൂടുതലായിട്ട് വെളിപ്പെടുത്തുകയാണ്. രഹസ്യ പ്രാർത്ഥനയിൽ, അവസാനത്തെ രഹസ്യ പ്രാർത്ഥനകളിൽ പൂർവകാലത്ത് വിവിധ ദൈവിക ദാനങ്ങൾ വഴിയായി ദീർഘദർശിമാർ മുഖാന്തിരമായി നീ അവ്യക്തമായി വ്യാപരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, ഇപ്പോഴാകട്ടെ വിശുദ്ധ സ്ലീഹന്മാരിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ നീ ആവസിച്ച് അവരുടെ ബുദ്ധിയെയും നാവുകളെയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്തു. മുട്ടുകുത്തി നിൽക്കുന്ന ഞങ്ങളിലെ പാപപ്രവണതകൾ മാറ്റണമേ എന്നും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പറയുന്നു, നിന്റെ ശക്തിയും ജ്ഞാനവും നൈർമല്യവും വിശുദ്ധിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. അവസാനത്തെ പ്രാർത്ഥനയിൽ, പെന്തിക്കോസ്തിയുടെ അവസാനത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്: ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിർമ്മലമായ ആരാധന നിനക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നിന്റെ ദേവാലയമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്താൽ അതൃപ്തരായ ഞങ്ങളെ റൂഹായുടെ ആവാസത്താൽ ദൈവിക ആലയങ്ങളാക്കി തീർക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പെന്തിക്കോസ്തിയുടെ തുടക്കത്തിൽ അതൃപ്തരായ ഞങ്ങളെ റൂഹായുടെ ആവാസത്താൽ ദൈവിക ആലയങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷ സമാപിക്കുന്നത്. അപ്പോൾ പെന്തിക്കോസ്തി നമുക്ക് നൽകുന്ന വലിയ സന്ദേശം സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും റൂഹായെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതാണ്. കുഞ്ഞുനാൾ മുതലേ ഈ പെന്തിക്കോസ്തി ശുശ്രൂഷയിൽ വൈദികൻ പരിശുദ്ധാത്മാവിന്റെ ആ തളിപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വീഴ്ക്കുവാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഓടി നടന്നതൊക്കെ ഓർക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പെന്തിക്കോസ്തി ലോകത്തിന് മുഴുവൻ സൗഖ്യത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പെന്തിക്കോസ്തിൻ പാവനമാ ഈ ദിവസത്തിൽ യാചിപ്പൂ